ആകാശവാണി 102.7 മഞ്ചേരി FM. സുഭാഷിതം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് രമണി ചേലാട്ട്. സത്വരജസ് തമോ ഗുണങ്ങളോടുകൂടിയ ഒരു ഭാവത്തെയാണല്ലോ സ്ത്രീ എന്ന് പറയുന്നത്. ക്ഷമയും സഹിഷ്ണുതയും കൈമുതലായുള്ള സ്ത്രീകൾ കുടുംബത്തിന്റെയും സമൂഹത്തിന്റെയും ഭദ്രതയ്ക്ക് ഒരു കൈമുതലാണ്. അതുകൊണ്ടുതന്നെ ഒരുവന്റെ ആദ്യ വിദ്യാലയം കുടുംബമാണെന്ന് പറയുന്നു. ഒരു വ്യക്തിയുടെ കഴിവുകൾ ആരംഭിക്കുന്നത് അവന്റെ അമ്മയായ സ്ത്രീയിൽ നിന്നാണ്. അമ്മയെന്ന ശില്പിയുടെ കയ്യിലെ കളിമണ്ണാണ് അവരവരുടെ സന്തതികൾ. ബാല്യത്തിൽ അവർക്ക് അമ്മ നൽകുന്ന മൂല്യങ്ങളാണല്ലോ ജീവിത വികാസമുണ്ടാക്കുന്നത്. ഞാൻ വായിച്ച ഏറ്റവും വലിയ പുസ്തകം അമ്മയാണെന്ന് മഹാത്മാഗാന്ധിജി തന്റെ ഓർമ്മക്കുറിപ്പിൽ സൂചിപ്പിച്ചിട്ടുണ്ട്. മിക്ക മഹാന്മാരും അവരെ മഹത്വത്തിലേക്ക് ഉയർത്തിയത് അമ്മമാരാണെന്ന് അവരുടെ ജീവചരിത്രം സൂചിപ്പിക്കുന്നുണ്ട്. മികച്ച രാജ്യസ്നേഹികളെ സൃഷ്ടിക്കാൻ അമ്മമാർക്കേ കഴിയൂ എന്ന് എബ്രഹാം ലിങ്കൺ തന്റെ വാക്കുകൾ അയവിറക്കുന്നു. കുടുംബസൗഖ്യത്തിൽ സ്ത്രീകൾക്കുള്ള പങ്ക് അനിവാര്യമാണ്. ഭാവശുദ്ധി ജീവിതമാക്കി കാണിച്ചു തന്ന ശാരദാമണി ദേവി മാതൃനിർവിശേഷമായ സ്നേഹത്തോടെ ഭർത്തൃമാതാവിനെയും ആദരവോടെ പതിയെയും സ്നേഹിച്ചിരുന്നു. ആ ധന്യമായ ജീവിതം മാതൃകയാക്കി കുടുംബം ശാന്തസുന്ദരമായ ഒരു സ്വർഗമാക്കാം. സഹനശക്തി, ക്ഷമാശീലം, സഹാനുഭൂതി, ചാരിത്രശുദ്ധി, ജീവിതലാളിത്യം തുടങ്ങിയ ഉത്തമ ഗുണങ്ങളുടെ പര്യായമായ സ്ത്രീ ആർക്കും പൂജനീയമാണ്. പുരാണേതിഹാസങ്ങളിലെ കഥാപാത്രങ്ങളായ സീത, സുമിത്ര, പാഞ്ചാലി, കുന്തിദേവി, ഗാന്ധാരി തുടങ്ങിയവർ സനാതന സംസ്കാരത്തിന്റെ നിദർശനങ്ങളായിരുന്നു എന്ന് കാണാം. ചരിത്ര പാരമ്പര്യവും ഒട്ടും പിന്നിലല്ല. സ്വാതന്ത്ര്യ സമരസേനാനി ഝാൻസി റാണി, കസ്തൂർബ ഗാന്ധി, സരോജിനി നായിഡു തുടങ്ങിയ ധീരവനിതകൾ നമ്മുടെ അഭിമാന സ്തംഭങ്ങളാണ്. ആധ്യാത്മിക മണ്ഡലം പരിശോധിച്ചാൽ അവശരെ സ്നേഹിച്ചും ശുശ്രൂഷിച്ചും ത്യാഗപൂർണമായ ജീവിതം നയിച്ച് ലോകത്തിന്റെ അമ്മയായി മൺമറഞ്ഞ മദർ തെരേസയും സത്കർമ്മങ്ങളിൽ മുഴുകി ജനസേവനം ചെയ്തുകൊണ്ടിരിക്കുന്ന മാതാ അമൃതാനന്ദമയി അമ്മയുമൊക്കെ ലോകർ സ്നേഹിക്കുന്ന ആരാധിക്കുന്ന സ്ത്രീരത്നങ്ങളാണ്. സ്വതന്ത്ര ഭാരതത്തിന്റെ ഭരണസാരഥ്യം വഹിച്ച് ജീവൻ വെടിഞ്ഞ ശ്രീമതി ഇന്ദിരാഗാന്ധി നമ്മുടെ ഓർമ്മയിൽ എന്നും ആദരിക്കപ്പെടുന്ന മഹത് സ്ത്രീരത്നം ആണല്ലോ. ഇതുപോലെ എത്രയെത്ര ഉദാഹരണങ്ങളിലൂടെ ശ്രേഷ്ഠരായ സ്ത്രീരത്നങ്ങളെ എടുത്തു പ്രകീർത്തിക്കാനുണ്ട്. സ്ത്രീത്വത്തെ മാനിക്കുന്ന മഹാകവി ഉള്ളൂരിന്റെ കവിതാശകലം ഏറെ പ്രശംസനീയമാണ്. ഭാരതക്ഷമേ നിന്റെ പെൺമക്കളടുക്കളക്കാരികൾ, വീടാം കൂട്ടിൽ കുടുങ്ങും തത്തമ്മകൾ, നരന്നു ഗർഭാദായ പാത്രങ്ങൾ, ആജന്മാന്തം പരതന്ത്രകൾ, പശുപ്രായകൾ, അബലകൾ, പാവങ്ങൾ. അടുക്കളക്കാരികൾ, പ്രസവയന്ത്രങ്ങൾ, വീട്ടിൽ കുടുങ്ങിയ തത്തമ്മകൾ, അബലകൾ എന്ന് ഭാരത സ്ത്രീകളെ പരിഹസിച്ച മേയോ മദാമയുടെ സഹതാപത്തിന് ചുട്ട മറുപടി നൽകാൻ കവിക്ക് ഉപോത്ബലകമായത് നമ്മുടെ പൂർവികരായ ഈ ആദർശ വനിതകൾ തന്നെയായിരുന്നു. ഇന്ന് സ്ത്രീകൾക്ക് അപ്രാപ്യമായ യാതൊന്നും തന്നെയില്ല. ആത്മധൈര്യത്തോടെ ബഹിരാകാശ ഗമനം, കടൽ യാത്ര, പർവ്വതാരോഹണം എന്നീ സാഹസികമായ കാര്യങ്ങളിലും ഉന്നത വിദ്യാഭ്യാസം ആർജിച്ച് ഉയർന്ന സ്ഥാനങ്ങളുള്ള വിവിധ മേഖലകളെ അലങ്കരിക്കാനും സ്ത്രീ സമൂഹത്തിന് സാധിക്കുന്നുണ്ട്. ഉപഭോഗ സംസ്കാരത്തിന്റെ പിന്നാലെ അതിരുവിട്ട് സ്ത്രീകൾ പായുമ്പോൾ തെറ്റും ശരിയും തിരിച്ചറിയാനാകാതെ പോകരുത്. ധാർമ്മികച്യുതി സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഇന്നത്തെ തലമുറയെ ജീവചൈതന്യത്തിലേക്ക് ഉയർത്താൻ അമ്മമാരായ സ്ത്രീകൾക്ക് അനിഷേധ്യമായ പങ്കാണുള്ളത്. ഉത്കൃഷ്ട ഗുണങ്ങൾ നിറഞ്ഞ ഒരു സമൂഹത്തെ വാർത്തെടുക്കാൻ സ്ത്രീ തന്റേതായ പങ്കുവഹിക്കുന്നതായാൽ സ്ത്രീ സംപൂജ്യയാകും. സംപൂജ്യകളായ അത്തരം സ്ത്രീകൾ നിറഞ്ഞ ഒരു ക്ഷേമരാഷ്ട്രം വളർന്നുവരാൻ ഒരു മനസ്സോടെ നമുക്ക് പ്രാർത്ഥിക്കാം, പ്രവർത്തിക്കാം. രമണി ചേലാട്ട് തയ്യാറാക്കി അവതരിപ്പിച്ച സുഭാഷിതമാണ് കേട്ടത്. അവരുടെ ഫോൺ നമ്പർ
9947545221. നമ്പർ ആവർത്തിക്കാം. 9947545221. സുഭാഷിതം.